ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒരു ലക്ഷ്യം ഉണ്ടാണല്ലോ നമുക്ക്. വാട്ട് വി ആർ ഗോയിങ് ടു ഡു ദിസ് ചാപ്റ്റർ എന്നാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ, ഇതിൽ നിന്ന് ഒരാൾ നേടിയിട്ടുള്ള വരുമാനം എത്രയാണോ ആ വരുമാനം കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിച്ചാൽ പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് അടയ്ക്കാം. ഓക്കെ, സോ PGBP, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ കാൽക്കുലേഷൻ വരാം. ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടാവും. ഇൻഡയറക്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. ദെൻ വാട്ട് ഈസ് ഡയറക്റ്റ് മെത്തേഡ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ മൊത്തം വരുമാനം, ഓൾ ഇൻകം, എല്ലാ റവന്യൂ, ഓക്കെ, ടോട്ടൽ റവന്യൂ ഉണ്ട്. അതിന് നിങ്ങൾ ടോട്ടൽ എക്സ്പെൻസ് കുറച്ചു, ബാക്കിയുള്ള എന്തായിരിക്കും, പ്രോഫിറ്റ്. ഇതാണ് എന്ത്, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ് ഡയറക്റ്റ് മെത്തേഡ് ഓർ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇനി എന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡ്? ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി എന്താണ് ക്വസ്റ്റ്യനിൽ എന്തുണ്ടായിരിക്കും, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നിട്ടുണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ട് അതിലപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റ് പ്രോഫിറ്റ് അതിലുണ്ടാവും. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസോ അതിലുണ്ടാവും. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ നമ്മൾ പണ്ട് പഠിച്ചായിരുന്നു അല്ലേ? സോൾ ട്രേഡിങ്ങിൻ്റെ പാർട്ണർഷിപ്പ് ഫോമൊക്കെ പഠിച്ച സമയത്തൊക്കെ നമ്മൾ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി പഠിച്ചിരുന്നു. സോ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ്, എന്തുണ്ടായിരിക്കും, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം ചെയ്ത് നേടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ്, ആസ് പെർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. പക്ഷേ ഇത് എന്തിനു പറ്റൂല, ഇത് ടാക്സ് പർപ്പസിന് പരിഗണിക്കൂല. ടാക്സ് പർപ്പസിന് ഇത് പാടില്ല, ഇത് പരിഗണിക്കാൻ പാടില്ല. ടാക്സ് അതോറിറ്റി പറയുന്നത് എന്താണ്, നിങ്ങൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് എക്സ്പെൻസും ഇൻകം കൂടി കലർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, അതൊക്കെ ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആക്കിയിട്ട് ഇതിനെ മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തന്ന നെറ്റ് പ്രോഫിറ്റ് എടുക്കും. നെറ്റ് പ്രോഫിറ്റ്, ഈ നെറ്റ് പ്രോഫിറ്റ് എന്നിട്ട് തുടങ്ങും, നേരെ അടിയിൽ നിന്ന് മേലോട്ട് തുടങ്ങും. ഇതിന് കുറേ സാധനം ചിലപ്പം തിരിച്ച് അങ്ങോട്ട് ആഡ് ചെയ്യാണ്ടാവും, കുറയ്ക്കാണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് ഇൻഡയറക്റ്റ് മെത്തേഡ്. പോപ്പുലർലി നമ്മൾ ഈ മെത്തേഡാണ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പ്രൊഫഷൻ്റെ സാധാരണ ഈ ഡയറക്റ്റ് മെത്തേഡിലാണ് പോവുക. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ്, പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട റെസിപ്റ്റ്, പ്രൊഫഷണൽ റെസിപ്റ്റ്, റെസിപ്റ്റ് മൈനസ് പ്രൊഫഷണൽ എക്സ്പെൻസ്. ഇത് ബുദ്ധിമുട്ടില്ല, ഇതായിരിക്കും ബാക്കി എത്രയാണോ അതായിരിക്കും അയാളുടെ പ്രോഫിറ്റായിട്ട് പരിഗണിക്കുക. ആ പ്രോഫിറ്റിന് എന്ത് ചെയ്യും, നമ്മൾ ടാക്സ് ഇടും. ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, പ്രൊഫഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഇതിൽ വളരെ സിമ്പിളായിട്ടാണ്, പക്ഷേ ഒന്നുകൂടി കുറച്ച് തമ്മിൽ എന്താണ് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കാൽക്കുലേഷനിൽ വരിക ബിസിനസ്സിൻ്റെയാണ്. അത് തന്ന നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ടാക്സബിൾ നെറ്റ് പ്രോഫിറ്റായിട്ട് നമുക്ക് അതിനെ എന്താണ് കൺവേർട്ട് ചെയ്യണം. അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡും ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ നെറ്റ് പ്രോഫിറ്റ്, എങ്ങനെ ഇത് ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സാധാ P&L, നമ്മൾ ആസ് പെർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം ഉണ്ടാക്കുന്ന ഒരു P&L ആണ്. ഇതുപോലെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഒരു P&L ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരിക. അപ്പോൾ ഇതിലെന്താണ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ്, റെന്റ്, പേഴ്സണൽ എക്സ്പെൻസ്, ഡൊണേഷൻ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ P&L ഡെബിറ്റ് ഭാഗത്തും ക്രെഡിറ്റ് ഭാഗത്തുമായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലേ? ഇൻകം, സെയിൽസ്, ഡിവിഡൻഡ്, ഇൻകം ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതൊരു ഇൻകം ആണല്ലോ അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ്പെൻസ് ആണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻകം ആയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ
അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലൊക്കെ പറയാം. സോ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലുള്ളതാണ് ഇത് 27,000 ഉണ്ട്. ആ 27,000 എങ്ങോട്ട് കൊണ്ടുവന്നു. സോ ഇതിൽ നിന്ന് ഈ ഒരു സംഭവമൊക്കെ കുറച്ചു. അപ്പോഴാണ് ഈ 7,000 നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കിട്ടിയത്. ഓക്കെ, നോർമൽ കേസിൽ ഈ 7,000 നമ്മൾ എന്ത് ചെയ്യണം? ഈ വേറൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ, ടാക്സ് ഒന്നും കണ്ടാൽ മതി. ഇതാണല്ലോ ബിസിനസിന്റെ പ്രോഫിറ്റ്. സോ 7,000 പുറത്ത് നമ്മൾ ടാക്സ് കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെ ടാക്സ് അതോറിറ്റി ഇതിങ്ങനെ നോക്കുമ്പോൾ എന്താണ് അവർ പറയും, എന്താ പേഴ്സണൽ എക്സ്പെൻസ്, ഇത് നിങ്ങളെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അതെങ്ങനെ നിങ്ങൾ ഇവിടെ കുറയ്ക്കാൻ പറ്റുക? അപ്പം നമ്മളെന്താ ചെയ്തത്? ഇതൊക്കെ കൂട്ടി ആ കൂട്ടിയ എമൗണ്ടിൽ നിന്ന് ഇതൊക്കെ എങ്ങാണ് കുറച്ചു. അങ്ങനെയാണ് നമുക്ക് 7,000 കിട്ടിയത്. അപ്പോൾ ടാക്സ് അതോറിറ്റി ഒക്കെ പറയുകയാണ് പേഴ്സണൽ എക്സ്പെൻസ് ആണ് സാധനം, എന്താണ് ഇത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അത് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റൂല. പിന്നെ ഡൊണേഷൻ നിങ്ങൾ ആർക്കെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വെച്ചാൽ അതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, അതൊന്നും കുറയ്ക്കാൻ പറ്റൂല. അങ്ങനെ അവർ പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇത് ഒഴിവാക്കേണ്ടി വരും. സോ ഇതൊന്ന് ഒഴിവാക്കി എന്താവും സ്ഥിതി നോക്കിയൊക്കെ ഇവിടെ മാറ്റില്ല. 27,000 ഈ 27,000 നിന്ന് 9 2 11 3 14 പോയി. 14 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? ഇവിടെ മാറും, 13,000 മാറും അല്ലേ? 13,000. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആദ്യം തന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 7,000 എന്ന് ആദ്യം നെറ്റ് പ്രോഫിറ്റ് തന്നത് 7,000 അല്ലേ? അതിനെ നമ്മൾ ടാക്സ് അടയ്ക്കാൻ നിന്നത്. അപ്പോഴാണ് ടാക്സ് അതോറിറ്റി പറയുന്നതാണ് ഈ സാധനങ്ങൾ അനുവദനീയമല്ലാത്ത കുറേ എക്സ്പെൻസുകൾ ഇതിൽ എന്താണ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊക്കെ എന്താണ് ഒക്കെ അന്നൊക്കെ ഇന്ന് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയപ്പോൾ നമുക്ക് എന്താണ് നമ്മളെ പ്രോഫിറ്റ് കൂടി, 13,000 കൂടി. പ്രോഫിറ്റ് കൂടി അറിയുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കാനുള്ള നമ്മുടെ ബാധ്യതയും കൂടുകയാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 13,000 നമുക്ക് കിട്ടാൻ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ഇത് തിരിച്ചാണ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് തന്നിരുന്ന പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് അല്ലേ, ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയായിരുന്നു? 7,000 ആയിരുന്നു. അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? ആ 2 എമൗണ്ട് കൂടി ആഡ് ആണ്. ഈ പേഴ്സണൽ എക്സ്പെൻസ് ഡൊണേഷൻ നമ്മളാണ് പേഴ്സണൽ എക്സ്പെൻസ് ഡൊണേഷൻ 5,000 6,000. അപ്പം എന്താണ് 13,000 ഇങ്ങനെ. അപ്പോൾ അതിനാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അല്ലേ? ഇനി നോക്കുക, ഇങ്ങനെ നോക്കുമ്പോൾ ടാക്സ് അതോറിറ്റി ഈ സൈഡിലേക്ക് നോക്കും. ഈ സൈഡിലേക്ക് നോക്കിയപ്പോൾ അതെന്താണ് അവർ പറഞ്ഞു? ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഡിവിഡൻഡ്, ആ ഡിവിഡൻഡ് നമ്മൾ വെറുതെ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല, അത് ഇൻകം ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല, അത് എക്സംപ്റ്റാണ്. പിന്നെ എന്തിനാ നിങ്ങൾ വെറുതെ അതിൽ പോയിട്ട് ഇൻകമായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ ടാക്സ് എന്തിനാ അത് കൂട്ടണേ അല്ലേ? അത് എഴുതേണ്ട ആവശ്യമില്ല അല്ല, അതും പറയും കേട്ടോ. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സാധനം ഇത് ബിസിനസ്സാണ് നമ്മൾ കൈകാര്യം ചെയ്തത്, ബിസിനസിന്റെ ഹെഡാണ്. ഇതിൽ പോയിട്ട് എന്തിനാണ് ഹൗസ് പ്രോപ്പർട്ടി കൊണ്ടുവരുന്നത്? അപ്പോൾ അവർ പറയും ഇത് ഇതിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ ട്രീറ്റ് ചെയ്യാനുള്ള സാധനമാണ്, അതുകൊണ്ട് എന്താണ് ഇതിവിടെ വേണ്ട ആവശ്യമില്ല. നമ്മൾ ബിസിനസ് ഹെഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബിസിനസിന്റെ ഇൻകത്തിൽ എന്താണ് ഹൗസ് പ്രോപ്പർട്ടി വരേണ്ട ആവശ്യമില്ല. സോ ഇത് ഒഴിവാക്കാൻ പറയും. അപ്പോൾ ഇത് ഓൾറെഡി ഒഴിവാക്കി കേട്ടോ, ഇതും ഒഴിവാക്കാൻ പറയും. ഇത് ഒഴിവാക്കി നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ എന്താവും സ്ഥിതി നോക്കൂ. ഇവിടെ ഈ എമൗണ്ട് തെറ്റും. 12 10 22. ആ 22 ഇങ്ങോട്ട് കൊണ്ടുവരും 22. 22 9 2 11 3 14 പോകും. അപ്പോൾ 14 പോയാൽ എത്ര ഉണ്ടാവും? 22 മൈനസ് 14 8,000 വരും അല്ലേ? അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്താണ്? വീണ്ടും കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മാറ്റം അവിടെ കാണിക്കേണ്ടി വരും. നമുക്ക് എന്ത് ചെയ്താൽ മതി? സിമ്പിളാണ്. ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഇത് കിട്ടാൻ എളുപ്പത്തിൽ കിട്ടാൻ ഇതാ ഡിവിഡൻഡ് ഒരു 2,000 ഉണ്ടായിരുന്നു, അതുപോലെ ഹൗസ് പ്രോപ്പർട്ടി ഒരു 3,000 ഉണ്ടായിരുന്നു. ഇത് രണ്ടും ആണ് കുറച്ചു. അപ്പോൾ നമുക്ക് എന്താണ് 8,000 കിട്ടി. ഇതാണ് നമ്മളെ എന്ത് ടാക്സബിൾ നെറ്റ് പ്രോഫിറ്റ്, ടാക്സ് ചെയ്യാനുള്ള നെറ്റ് പ്രോഫിറ്റ് ആയിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞ അത്രേ ഉള്ളൂ, നമ്മൾ ആദ്യം തന്നിരുന്ന P&L തന്നിട്ടുള്ള
നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7,000 ആണ്. അതിൽ ഒരുപാട് കൂട്ടലും കിഴിക്കലൊക്കെ വന്നതിന് ശേഷം അവസാനം നമുക്ക് എന്ത് ടാക്സബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി. ഈ രീതിയിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമുക്ക് കണക്ക് ചെയ്യേണ്ടത്. ഇത് മാത്രമല്ല പല കാര്യങ്ങളും ഇതുപോലെ ഉണ്ട്, ഇതിന് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫോർമാറ്റ് വരച്ചിട്ട് നമുക്കവിടെ അവസാനിപ്പിക്കാം. ആ ഫോർമാറ്റ് അവിടെ പഠിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഈ കണക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, പേഴ്സണൽ എക്സ്പെൻസ്, ഡൊണേഷൻ എന്നൊക്കെ പറയുന്നത് ഇത് P&L ആണ്. P&Lന്റെ ഡെബിറ്റ് ഭാഗത്ത് അനുവദനീയമല്ലാതെ കയറി കൂടിയിട്ടുള്ള എക്സ്പെൻസ് ആണിത്. അതുകൊണ്ട് ഇതിനെ ഡിസ്അലവബിൾ എക്സ്പെൻസസ് ഡെബിറ്റഡ് ഇൻ P&L എന്ന് പറയാം. ഡിസ്അലവബിൾ ഈ സാധനം അല്ലേ, എന്താണ് ഇതിനെ വിളിക്കുക, ഡിസ്അലവബിൾ എക്സ്പെൻസ്. ഡിസ്അലവബിൾ എക്സ്പെൻസ്. ഡിസ്അലവബിൾ എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം അല്ലെ, എളുപ്പത്തിൽ ചെയ്യാൻ അല്ലേ. ദെൻ ഇതെന്താണ്, ഇത് അനുവദനീയമല്ലാത്ത ഇൻകമാണ്, ഡിസ്അലവബിൾ ഇൻകം. ഡിസ്അലവബിൾ ഇൻകം എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തായാലും ഇത് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഒരുപാട് ഡിസ്അലവബിൾ എക്സ്പെൻസ് ഉണ്ടാവാം, ഡിസ്അലവബിൾ ഇൻകം ഉണ്ടാവാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഇതിൽ എഴുതാത്ത, ആലോചിക്കൂ, സപ്പോസ് എന്താണ് ഈ റെന്റ് എന്ന് പറയുന്ന ഈ സംഭവം യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ള സാധനമാണ്, പക്ഷെ നിങ്ങളത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടിരിക്കും, ഇത് മറന്നു കഴിഞ്ഞു ഈ സാധനം റെന്റ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഇവിടെ റെന്റ് അടിയിലൊരു അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, റെന്റ് ഉണ്ട് കേട്ടോ ഒരു 3000 ഇങ്ങനെ തന്നിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ റെന്റ് ഇവിടെ കാണിക്കേണ്ടതല്ലേ, അതും നിങ്ങൾക്ക് എന്താണ് അവിടെ ഒരു എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. അപ്പൊ ഇത്തരത്തിൽ എന്താണ് ഒരുപാട്, അപ്പൊ അത് എന്ത് ചെയ്യും, അത് നമ്മൾ ആഡ് ചെയ്യണം, ലെസ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഒരു ചാർട്ടിലൂടെ ഒറ്റ അടിക്ക് ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കണക്കിലേക്ക് വരാൻ പറ്റും. സോ ആ ചാർട്ട് ജസ്റ്റ് നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാർട്ട് ഏകദേശം നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം നോക്കുക. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട്, ഇതാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. ദെൻ ഇതിനോടുകൂടി എന്തെല്ലാം നമ്മൾ ആഡ് ചെയ്യണം, ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഒരു ഭാഗത്ത് നമുക്ക് ചെയ്യാം. ഒന്ന് നമ്മളിപ്പോൾ പഠിച്ചു, ആഡ് ഡിസ്അലവബിൾ എക്സ്പെൻസ് അല്ലേ, ആഡ് ഡിസ്അലവബിൾ എക്സ്പെൻസ് ഡെബിറ്റഡ് ഇൻ P&Lന്റെ ഡെബിറ്റ് ഭാഗത്ത് അല്ലേ, P&Lന്റെ ഡെബിറ്റ് ഭാഗത്ത് എന്താണ് നമ്മൾ അലോ ചെയ്യാത്തൊരു എക്സ്പെൻസ് കൊണ്ടുപോയിട്ടുണ്ട്, അത് കാരണം നമ്മളെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കൂടണം, അത് വേണ്ടിയിട്ടാണ് എന്താണ് ആഡ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചിലപ്പം എന്തുണ്ടാവാം, അലവബിൾ ആയിട്ടുള്ള ഇൻകം ഉണ്ടാവും. ആ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ അലവബിൾ ആയിട്ടൊരു ഇൻകമാണ്, ആ ഇൻകം നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മളെന്താണ് ഇവിടെ നമ്മളെ ഇൻകം കാണിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ പ്രോഫിറ്റ് എന്തുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അതും എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചാഡ് ചെയ്യണം. അലവബിൾ ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ഇൻ P&L. അലവബിൾ ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ഇൻ P&L. P&Lന്റെ ക്രെഡിറ്റ് ഭാഗത്ത് അനുവദിക്കപ്പെട്ട ഒരു ഇൻകം ആയിരുന്നു, അത് നമ്മൾ എന്താണ് കാണിച്ചിട്ടില്ല. ഓക്കെ, സോ അലവബിൾ ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ഇൻ P&L. ഓക്കെ, ദെൻ അതുപോലെ ഓവർ വാല്യൂഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ വരിക, ഇവിടെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരിക അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ പറഞ്ഞിട്ട് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് കൂട്ടി കാണിച്ചു. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂട്ടി കാണിച്ചാൽ എന്താണ്, എക്സ്പെൻസ് കൂടുകയാണ്. എക്സ്പെൻസ് കൂടിയാൽ എന്തുണ്ടാവും, പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറഞ്ഞ ടാക്സും കുറയും അല്ലേ. സോ അത് പാടില്ല. ഓവർ വാല്യൂഷൻ ഓപ്പണിംഗ് സ്റ്റോക്കിൽ തിരിച്ചങ്ങോട്ട് തന്നെ ആഡ് ചെയ്യണം. ദെൻ അണ്ടർ വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വരുന്ന സാധനമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കാണിച്ചു,
ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കാണിച്ചു പറഞ്ഞാൽ എന്താണ്? ഇൻകം. ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇൻകം കുറച്ച് കാണിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. പ്രോഫിറ്റ് കുറയുമ്പോൾ ടാക്സ് കുറഞ്ഞിട്ടുണ്ടാവും. പാടില്ല, നേരെ കൂട്ടാൻ മതി. ഇത്രയും സംഭവങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഇതൊക്കെ കൂട്ടി. ഇനി ഈ ടോട്ടലിന് ഇതിന്ന് എന്തെങ്കിലും കുറയ്ക്കാണ്ടാവും, ലെസ്. അതൊക്കെ നമുക്ക് എന്താണ്? നമ്മൾ കുറയ്ക്കാം. ഇന്നർ ക്വാളിറ്റി ഒന്ന് നമ്മൾ ആദ്യം നമ്മളിവിടെ പറഞ്ഞത് ഡിസ്അലവബിൾ എക്സ്പെൻസസ് ഡെബിറ്റഡ് ഇൻ P&L എന്നാണ്. അതേപോലെ എന്താണ്? P&L ക്രെഡിറ്റ് ഭാഗത്ത് എന്താണ് ഉള്ള ഇൻകം ഉണ്ടാവും, ഡിസ്അലവബിൾ ആയിട്ടുള്ള ഇൻകം ഉണ്ടാവും. ആ ഇൻകം നമുക്ക് എന്താണ്? അത് കുറയ്ക്കാം. ഡിസ്അലവബിൾ ഇൻകം ക്രെഡിറ്റഡ് ഇൻ P&L. ദെൻ 2, ഇനി നിങ്ങൾക്ക് ഓർത്തെടുക്കാനുള്ള സൗകര്യം കേട്ടോ, ഇതൊക്കെ തിരിച്ചു പോയത് അലവബിൾ ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ഇൻ P&L. ഇവിടെ നേരെ എടുക്കാതെ അലവബിൾ എക്സ്പെൻസസ് നോട്ട് ഡെബിറ്റഡ് ഇൻ P&L. എക്സ്പെൻസസ് നോട്ട് ഡെബിറ്റഡ് ഇൻ P&L. അതുപോലെ തന്നെ ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളത് ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ ഈ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണിത്. അതിൻ്റെ ഓപ്പോസിറ്റ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ ലെസ് ചെയ്തു. ലെസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇതൊന്ന് കുറയ്ക്കും. ഈ സാധനത്തെയാണ് നമ്മൾ എന്താണ്? ടാക്സബിൾ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. ടാക്സബിൾ ബിസിനസ് ഇൻകം. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് എഴുതിയിടണം. ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ്. ഈ ഒരു ഭാഗം മാത്രം പഠിച്ചാൽ മതി. എന്നാൽ അതിൻ്റെ ഒക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് നോക്കൂ. ഡിസ്അലവബിൾ എക്സ്പെൻസസ്, ഇവിടെ എക്സ്പെൻസ് ആണ് അല്ലേ? ഡെബിറ്റഡ് ഇൻ P&L. ഡിസ്അലവബിൾ എക്സ്പെൻസസ് ഡെബിറ്റഡ് ഇൻ. ഡിസ്അലവബിൾ ഇൻകം ക്രെഡിറ്റഡ്, നേരെ ഓപ്പോസിറ്റ്. എക്സ്പെൻസസ് ഡെബിറ്റഡ്, ഇൻകം ക്രെഡിറ്റഡ്. അലവബിൾ ഇൻകം നോട്ട് ക്രെഡിറ്റഡ്, അലവബിൾ എക്സ്പെൻസസ് നോട്ട് ഡെബിറ്റഡ്. നേരെ ഓപ്പോസിറ്റ് ആക്കി. ഒക്കെ രണ്ടും ഇൻകത്തെ എക്സ്പെൻസ് ആക്കി, ക്രെഡിറ്റ് ഉള്ളത് ഡെബിറ്റ് ആക്കി. ദെൻ ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഒക്കെ തിരിച്ചിട്ടാൽ മതി അല്ലേ? ടാക്സബിൾ ബിസിനസ് ഇൻകം. ഈ ചാർട്ട് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ബിസിനസ് എന്ന് പറയുന്ന ഹെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നതിൻ്റെ ബിസിനസ്സാണ്. നമുക്ക് ആലോചിച്ചാൽ അറിയാം, പ്രൊഫഷണൽ ബിസിനസ്സൊക്കെ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം എത്ര വരുമാനം ഉണ്ടാകുക നമുക്കറിയാം. നേരെ മറിച്ച് ഒരു ബിസിനസ് അവരുടെ എന്താണ് ഒരു വരുമാനം എന്നൊക്കെ അറിയേണ്ട ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലേക്ക് തന്നെ കോടിക്കണക്കിനാണ് അല്ലേ? സോ ബിസിനസ്സിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് നമ്മുടെ വരുമാന സ്രോതസ്സാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ സെക്ഷൻ D വരെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയാസ് അവിടെ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോൻ്റെ ഒരു തുടക്കം എന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ബാക്കിയൊക്കെ നമുക്ക് എന്താണ് ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, അതുവരെ